എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വാഴക്കൂമ്പിൻ്റെ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടത്തരം വലിപ്പമുള്ളൊരു വാഴക്കൂമ്പ് എടുത്തിട്ടുണ്ട്. ചെറുതാക്കി മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു സവാള ചെറുതാക്കി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്തിട്ട് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ പച്ചമണം മാറി വന്നാൽ നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കുക, ഉപ്പിട്ട് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഒരുപാട് സമയമൊന്നും വേവില്ലാത്തതാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നാലും അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ച് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിനൊക്കെ കഴിക്കാൻ വാഴക്കൂമ്പ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രഷായിട്ട് ചിരകിയിട്ടുള്ള കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചതച്ചിട്ടൊന്നുമില്ല കേട്ടോ, വേറെ ഒന്നും ചേർത്തിട്ടുമില്ല, പച്ചത്തേങ്ങ തന്നെയാണ്. അതൊന്ന് നല്ലപോലെ ഇളക്കി കഴിയുമ്പോൾ ഓഫ് ചെയ്യുക തീ. പിന്നെ ഒരുപാട് സമയം ഇട്ടിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.